ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നതോടെ എണ്ണവിലയിൽ വീണ്ടും ഇടിവ് സംഭവിച്ചിരിക്കുന്നു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% ഇടിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും എണ്ണവില കുറഞ്ഞേക്കും. ഇറാന് എതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചെന്ന് അമേരിക്കയും അറിയിച്ചു. സൈനിക നടപടി സമ്പൂർണ്ണ വിജയമെന്നാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത്. അഖില CP ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഖില, എന്തായാലും ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഈ നിമിഷം മനസ്സിലാക്കേണ്ടത്. രുചീഷ്, അക്കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് പോലും ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചിട്ടുള്ളത് സമാധാന ശ്രമങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇറാനെതിരെ മുമ്പത്തേക്കാൾ രീതിയിൽ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്നുള്ളൊരു സന്ദേശമാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നടത്തുന്നത്. അതായത് എപ്പിക് ഫ്യൂറിയുടെ ലക്ഷ്യം കഴിഞ്ഞു, ഇനി അത് തുടരേണ്ടതില്ല, ഇനി ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തുടരണമെന്നുള്ളതാണ് ഇന്ന് മാർക്കോ റൂബിയോ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം വീണ്ടും വരുന്നത്. അതായത് സമാധാന ശ്രമങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ മുമ്പത്തേക്കാൾ വലിയ രീതിയിൽ ആക്രമണം എന്നുള്ളൊരു സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. അപ്പോൾ ഇറാന്റെ നിലപാടെന്ന് പറയുന്നത് പൂർണ്ണമായ അല്ലെങ്കിൽ ഒരു ഇറാനെതിരെയുള്ള പൂർണ്ണമായ ഭീഷണി ഒഴിവായാൽ മാത്രമേ ഈ ആക്രമണം ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയുള്ളൂ എന്നുള്ളൊരു സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു ആഴ്ചകളിലെ സമാധാന ശ്രമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ പുതിയ സമാധാന ശ്രമം എന്ന് പറയുന്നത് കുറച്ച് പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം വളരെ അനുകൂലമായിട്ടുള്ള ഒരു ട്രംപ് ഇത്രത്തോളം ഈ സമാധാന ശ്രമങ്ങൾ അടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമൊക്കെ ഇപ്പോഴാണ് നടത്തുന്നത്. മാത്രമല്ല, ഈ ഒരുപക്ഷെ നേരിട്ടുള്ള ചർച്ചകൾ, ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു നേരിട്ടുള്ള ചർച്ചകൾ വരെ തുടങ്ങിയേക്കാം എന്നുള്ളൊരു പ്രതികരണം കൂടി ട്രംപ് നടത്തുന്നുണ്ട്. ഇറാൻ, അതായത് ഈ സമാധാന ശ്രമങ്ങൾക്ക് ഇറാൻ നിർദ്ദേശിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ നിലപാട്. ആ നിലപാടിൽ നിന്ന് ഇറാൻ പിന്നോട്ടില്ല. അപ്പോൾ ഈ സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരുന്നു. അത് വലിയ ആശ്വാസമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്കറിയാം, ഫെബ്രുവരിയിൽ 68 മുതൽ 72 വരെ റേഞ്ചിലുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ വിലയാണ് കുത്തനെ $130 എത്തുന്ന ഒരു അവസ്ഥ കണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ ക്രൂഡ് ഓയിൽ വില 100-ന് താഴെ എത്തിയിരിക്കുന്നു. $98 ബാരലിന് വില. അപ്പോൾ അത്തരത്തിലുള്ള ഈ ക്രൂഡ് ഓയിൽ വില കുറയുന്നതെല്ലാം വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലും വലിയൊരു വർധനം ഉണ്ടായിരിക്കുന്നു. 66 പൈസയുടെ മൂല്യം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങളൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് രുചീഷ്. ശരി അഖില, എന്തായാലും ആ തരത്തിലൊരു പ്രതീക്ഷ നൽകുന്നതിനിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വരുന്നത് അല്പം ഭീഷണി സ്വരത്തിലാണ്. എന്തായാലും ഈ 14 നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിച്ച് ഒരു കരാറിൽ എത്തണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ആ കരാർ എത്തിയില്ലെങ്കിൽ നേരത്തെ ഉള്ളതിൽ കൂടുതൽ ശക്തമായ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന നൽകുന്നത് ഒരു ഭീഷണി സന്ദേശം കൂടിയാണ്. എന്തായാലും ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും ഇപ്പോൾ ഉള്ളത്.